ഇറ്റ്സ് മീ രഞ്ജിട്ടി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിയുടെ കൂടെ അതേ ഹെൽപ്പറായിട്ട് പോവാണ്. ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എൻ്റെ ഇൻസ്റ്റയിലൂടെയും യൂട്യൂബ് വീഡിയോസിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്നുള്ളത് രാമനാട്ടിലാണ്, ഇന്നല്ല നാളെയാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് പോയിട്ട് അവിടെ റൂമിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് അവിടുന്ന് നാളത്തെ മേക്കപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ ചേച്ചി ഇതേ ഇവിടെ കഴിഞ്ഞ ഡേയിലെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ബാഗൊക്കെ സെറ്റ് ആക്കാണ് കേട്ടോ. ബോക്സും ഡിഷൊക്കെ വെച്ച് ഓക്കെ അല്ലേ? ഓക്കെ സെറ്റ്. അപ്പൊ നമ്മളെ ബോക്സ് ഒക്കെ ബാഗൊക്കെ അവിടെ റിംഗ് ലൈറ്റ് ഉണ്ട്, ബാഗ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ചേച്ചി ഇവിടെ നിന്ന് സെറ്റ് ആക്കാണ്. അപ്പൊ നമുക്ക് നാളെ നമ്മുടെ ചേച്ചിയുടെ മേക്കപ്പ് കാണാം. അതുപോലെ ഞാൻ എന്ന ഹെൽപ്പർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോസ് ഇവിടെ കാണാം. നമ്മൾ രാമനാട്ടുകര വരെ പോകുന്നത് ഓട്ടോറിക്ഷയ്ക്കാണ് കേട്ടോ. നമ്മൾ വലിയ റിച്ച് ഒന്നും അല്ല, നമുക്ക് കാറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് ഓട്ടോയിൽ പോവാണ്. അത്യാവശ്യം ദൂരം ഉണ്ട്, അപ്പോൾ റിസ്ക് ആണ് ബസ്സിൽ ഇതൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാലേ. കൊണ്ടോട്ടി എത്തിയപ്പോഴാണ് അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഒരു 6 മണി 6:15 ആയപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലായിരുന്നേ. നല്ല ഭംഗിയുള്ള ഒരു എൻട്രൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇവരുടെ പ്രൊമോഷനൊന്നും ചെയ്യല്ല, പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ചേച്ചി ഇതേ അവിടെ ആധാറൊക്കെ കാണിച്ചു കൊടുത്ത് സൈനൊക്കെ ചെയ്ത് റൂമിൻ്റെ കീ വാങ്ങിക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ 250 നമ്മുടെ റൂം കേട്ടോ. കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച് നമ്മളത് ലിഫ്റ്റ് കയറി. അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളിതേ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രാമനാട്ടിൽ എത്തുന്നതിന്റെ മുന്നേ നമ്മൾ ബൈപ്പാസിന്ന് അഴിഞ്ഞില ഭാഗത്താണ്. എന്താണ് വൈറ്റ് സ്യൂട്ട് എന്നാണ് റൂമിന്റെ നമ്മുടെ ഹോട്ടലിന്റെ പേര്. എങ്ങനെയുണ്ട് റൂം? അടിപൊളി റൂമാണ്, കാണാലോ, കാണിച്ചു. നല്ല അടിപൊളി റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയാ സ്പേസും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് നമ്മള് നിൽക്കാൻ വന്നിട്ടില്ലേ, തലേന്ന് നിൽക്കാൻ വന്നിട്ട് ഇങ്ങനെ ഇത്രയും നല്ല ഭയങ്കര അടിപൊളിയായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇവിടെ ഒരു മിറർ ഉണ്ട്, അത്യാവശ്യം നല്ല ബാത്റൂമും ഉണ്ട്. അപ്പൊ ഇനി നമ്മളിത് നൈറ്റ് അവരെ വീട്ടിലേക്ക് ഒന്ന് പോകട്ടെ. ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദൂരം കുറേ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി കഴിക്കും, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും. എന്നിട്ട് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് സാരി ഡ്രോപ്പ് ചെയ്യാനില്ലേ? സാരി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കേ വരുള്ളൂ. ബ്രൈഡ് എത്തണമെങ്കിൽ 10 മണിയാവും. ബ്രൈഡിന്റെ വീട് എവിടെയായിരുന്നു? കോട്ടയം. അപ്പൊ ബ്രൈഡിന്റെ വീട് കോട്ടയാണ്. ഇവിടെ നിന്നാണ് കല്യാണം. അപ്പൊ അവരും കൂടെ ഇവിടെ റൂം ബുക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അവരെത്തിയിട്ട് ആ സാരി കിട്ടിയിട്ട് സാരിയൊക്കെ ഡ്രാപ്പ് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് കടന്നുറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. പുലർച്ചെ എത്ര മണിയാകുമ്പോൾ തുടങ്ങണം അമ്മച്ചി? തീരുമാനിച്ചിട്ടില്ല. സാധാരണ 2:30-3 മണിക്കൊക്കെയാണ് നമ്മൾ മേക്കപ്പ് തുടങ്ങാറ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേഗം മേലെഴുതിയിട്ട് വരാട്ടെ. മേലെഴുതിയിട്ട് നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് എന്താ പറയാ അവരങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നൈറ്റത്തെ പ്രോഗ്രാമിന് വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇതേ മേലെഴുതാൻ കയറിയിട്ടുണ്ട്. ചേച്ചി എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് മേല് കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോവാട്ടോ. അപ്പൊ ചേച്ചി ഞാനിതേ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിഞ്ഞ് കല്യാണ വീട്ടിലേക്ക് പോവാണേ. അപ്പൊ പോവല്ലേ? ഓക്കെ. റൂമിൽ നിന്ന് ഇറങ്ങിയ എല്ലാ ഭാഗവും ഒരുപോലെ ആയതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. എങ്ങോട്ട് പോകണം, എവിടെയാണ് ലിഫ്റ്റ് എന്നൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നേ. ആദ്യം കുറച്ചൊരു തപ്പിപ്പിടുത്തുണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ ഫൈൻഡ് ചെയ്തിട്ടോ എവിടെയാന്നുള്ളത്. കല്യാണ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പോരുന്ന വഴിക്ക് ചേച്ചിക്ക് ഒരു കേക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി വിശക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ബേക്കറി കയറിയിട്ട് നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടോ. അത്യാവശ്യം അടിപൊളി സാധനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി ഫുഡ് കഴിച്ച് വന്നു കേട്ടോ. ഞാൻ ആ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം അറിയാത്തൊരു സ്ഥലമാണ്, അറിയാത്ത ആളുകളാണ്. അപ്പൊ എനിക്ക് എടുക്കാൻ ഭയങ്കര ചമ്മൽ കേട്ടോ. ഒരു വ്ളോഗർക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല, പക്ഷെ എന്റെ കേസിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പോരുന്ന വഴിക്ക് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിന്റെ പാക്കിങ് നോക്കിക്കേ, നല്ല അടിപൊളി ലൂസായിട്ട് വാങ്ങിച്ച കേക്കാണ്. അതിന്റെ പാക്കിങ് നോക്കിക്കേ, നല്ല അടിപൊളി പാക്കിംഗ് ആണ്. നമ്മളെ നാട്ടിനൊക്കെ ആണെങ്കിൽ എന്താണ് ഒരു കവറിൽ അങ്ങ് പൊതിഞ്ഞു തരൂലേ. അപ്പൊ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കുറച്ചേരം ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ പെണ്ണിന്റെ ടീമും പെണ്ണും വരുന്ന സമയത്ത് നമുക്ക് സാരി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് സാരി ഡ്രാപ്പ് ചെയ്യണം. അവരെത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ചേരം കിടന്നുറങ്ങാൻ പോവാ കേട്ടോ. ഒരു സാരിയും കൊണ്ട് വരുമ്പോഴേക്ക് പുതച്ചു മൂടി കുറച്ചേരം കിടന്നുറങ്ങട്ടെ. നിങ്ങൾ ഈ പുതച്ചു മൂടി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് സുഖാന്നില്ലേ? അല്ല, നട്ട പാതിരയ്ക്ക് നീക്കാനുള്ളതാണ്. 2 മണിക്ക് 3 മണിക്ക് രാവിലെ നീക്കാനുള്ളതാണ്. അപ്പൊ കുറച്ചേരം ഒന്ന് കിടന്നുറങ്ങട്ടെ.
10 മിനിറ്റ് ഒന്ന് ഉറങ്ങി നീച്ചപ്പോൾ ചേച്ചിക്ക് ചായ കുടിക്കണം തോന്നി. അപ്പോൾ റൂമിൽ തന്നെ ചായപ്പൊടിയും കോഫി പൗഡറും കെറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഞാൻ ഇതേ കെറ്റിലെടുത്ത് ചായ തിളപ്പിച്ചു കേട്ടോ. അങ്ങനെ 2 ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി. സാരി കൊണ്ടുവന്നുകൊണ്ട് ചേച്ചി അപ്പുറത്ത് നിന്ന് സാരി ഡ്രൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതേ ചായ ഉണ്ടാക്കി. നട്ടപ്പാതിരയ്ക്ക് കേക്കും കട്ടൻ ചായ. കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നിരുന്നാലും ചേച്ചിയുടെ കൂടെ ഒരു കമ്പനിക്ക് വേണ്ടി കുടിച്ചു. ഇനി ഉറക്കം വരുമോ ഇല്ലയോ എന്നൊക്കെ ദൈവത്തിനറിയാം. സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ സാരി ഡ്രൈവിംഗ് നമുക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. അവൻ നമ്മൾ കടന്നുറങ്ങാൻ പോവുകയാണ്. രാവിലെ 3 മണിയാകുമ്പോൾ നമുക്ക് മേക്കപ്പ് തുടങ്ങണം. അപ്പം ഗുഡ് നൈറ്റ്. രാവിലെ എണീറ്റപ്പോൾ എൻ്റെ അവസ്ഥയാണ് കേട്ടോ അത്. കണ്ണ് തീരെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം 12 മണിയായിട്ടുണ്ട് നമ്മൾ കിടന്നപ്പോൾ തന്നെ. പിന്നെ എണീക്കാൻ കുറച്ച് സമയം ഉറങ്ങാനുള്ളൂ. 2:45 തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. എങ്ങനെയോ ഒരുവിധം കണ്ണ് തുറന്നേ. അപ്പോഴേക്കും നമ്മുടെ ബ്രൈഡ് ദിവ്യ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഇതേ ഫസ്റ്റ് ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടിങ് എടുക്കുകയായിരുന്നു റിംഗ് ലൈറ്റും വെച്ചിട്ട്. അങ്ങനെ അവളുടെ പണിയായുധങ്ങളൊക്കെ നിരത്തി ബെഡിലേക്ക് വെക്കുകയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും, മേക്കപ്പിൻ്റെ എല്ലാ സെറ്റപ്പ് സാധനങ്ങളും. അവിടെ എനിക്ക് വല്ലാണ്ട് റോളൊന്നുമില്ല, കാരണം എനിക്കെല്ലതും അറിയില്ല. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മുടി കെട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സമയം 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് 3:20 ആയിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഫേസിൽ മേക്കപ്പ് തുടങ്ങി. അതേ സമയം എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യമായിട്ടുള്ള മുടി സ്ട്രെയിറ്റൻ ചെയ്യാനും അതുപോലെ ക്രിംപ് ചെയ്യാനും ഞാൻ തുടങ്ങി കേട്ടോ. ഞാൻ പ്രൊഫഷണലായിട്ട് കോഴ്സിനൊന്നും പോയിട്ടില്ല. ചേച്ചി ചെയ്യുന്നത് കണ്ട് പഠിച്ച് അവളെ എനിക്ക് പഠിപ്പിച്ചു തന്നാണ് കേട്ടോ. അവൾ കുടുങ്ങുന്ന സമയത്ത് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചേച്ചിയാണ് ആദ്യം മുടി സെക്ഷൻ വൈസ് ഒക്കെ എടുത്തൊന്ന് സെറ്റാക്കി തന്നത് ചേച്ചിയാണ്. ബാക്കിയുള്ള കാര്യം, അതായത് സ്ട്രെയിറ്റ് ചെയ്യുക, ക്രിംപ് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഫേസിൽ ഓൾമോസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക് ഇടാണ്ട്, അതുപോലെ സാരി ഉടുത്തു, ഓർണമെൻറ്റ്സും കൂടെ ഇടാണ്ട്. അതിന് മുന്നേ നമ്മുടെ ക്രിംപ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ പറഞ്ഞ പോലെ ചെയ്തിട്ട് മുടഞ്ഞിട്ടിട്ട് ചേച്ചി കെട്ടാൻ പോവുകയാണേ. ഉള്ളിൽ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ആ റൂമിൻ്റെ ഉള്ളിലേക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ചൂടെടുത്ത സമയത്ത് വിൻഡോ തുറന്ന സമയത്താണ് മഴ പെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ കലാപരിപാടിയായിട്ടുള്ള ലിപ്സ്റ്റിക് ഇടലിലേക്കും അതുപോലെ പൂ വെക്കലിലേക്കും കൂടെ കിടക്കുകയാണ് കേട്ടോ. അതും കൂടെ കഴിഞ്ഞു. നമ്മുടെ ബ്രൈഡിന് നോർമലായിട്ടുള്ള തൻ്റെ സ്കിൻ ടോണിനോട് ചേരുന്ന രീതിക്കുള്ള ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കുന്ന ഒരു മേക്കപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ചേച്ചി ഇതേ ഫൈനലായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണേ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സമയം 9:30 ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണേ. ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകും. ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഇവർ തന്നെ റെസ്റ്റോറൻറ്റ് താഴെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നേ. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന വെള്ളപ്പവും കടലക്കറി ആയിരുന്നേ. ആ കറി മുന്നേ കൊണ്ടുവച്ചപ്പോൾ നല്ല പ്രത്യേക ഒരു സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും സ്മെല്ല് പിടിക്കില്ല, കാരണം ആൾ കൺസീവ് ആയതുകൊണ്ട്. കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള കടലക്കറി ആയിരുന്നു. ആ മല്ലിച്ചപ്പിൻ്റെ ഒക്കെ കടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും 2 പേരും കൂടെ ഞങ്ങൾ ആസ്വദിച്ചത് കഴിച്ചു കേട്ടോ. വെള്ളയപ്പം കഴിഞ്ഞിട്ടും കറി ബാക്കിയായിരുന്നു. കറി മാത്രമായിരുന്നു ഞങ്ങൾ കുടിച്ചത് ലാസ്റ്റ്. നമ്മൾ 2 ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടു. നല്ല അടിപൊളി സ്ട്രോങ് ടീ ആയിരുന്നു. അതും കൂടെ കുടിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചത് അവിടെ നിന്ന് പോരുകയാണ്. അങ്ങനെ നമ്മളിതേ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചേച്ചി നേരെ കൊണ്ടോട്ടിന്ന് അങ്ങോട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയാൽ ഞാൻ അങ്ങോട്ട് പോകുന്നു. നല്ലോണം കുഴങ്ങിയിട്ടുണ്ട്. ഇനി പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചേട്ടാ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.